തെക്ക് വടക്കാതെ നടക്കുന്ന ആരൊക്കെയോ ചേർന്ന് ഈ സിനിമ എടുത്തതായിട്ട് വേണമെങ്കിൽ പറയാം. കൊടുത്ത പൈസയ്ക്ക് മുതലല്ല ഈ സംവിധായകനും നിർമ്മാതാവും ഒക്കെ ഞാൻ എടുത്ത ടിക്കറ്റിന് പൈസ എനിക്ക് തിരിച്ചു തരണമെന്നാണ് ഞാൻ പറയുന്നത്. ട്രാക്കിലേക്ക് വരാൻ കഴിയുന്നില്ല സിനിമയ്ക്ക്. പിന്നെ അത് പാളം തെറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഈ വർഷം കണ്ട സിനിമകളിൽ വെറുപ്പിച്ച സിനിമയിൽ എന്നുള്ള ശ്രേണിയിൽ തെക്ക് വടക്ക് ഒട്ടും കൊള്ളില്ലായിരുന്നു. തെക്ക് വടക്കാതെ നടക്കുന്ന ആരൊക്കെയോ ചേർന്ന് ഈ സിനിമ എടുത്തതായിട്ട് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഒരു പഠിച്ചതുപോലത്തെ ഒരു സിനിമ. അഭിനേതാക്കളുടെ ആരുടെയും ഒരു കുഴപ്പമില്ല. സുരാജ് ആയാലും വിനായകനായാലും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുരാജിനെക്കാട്ടി ഈ സിനിമയിൽ സ്കോർ ചെയ്ത വിനായകനായിരിക്കും. പക്ഷേ ഈ കഥയും തിരക്കഥയും എന്താണ് സിനിമയിൽ ഉദ്ദേശിച്ചതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാവില്ല, ഈ സിനിമ എടുത്തവർക്കും മനസ്സിലാവില്ല. അമ്മാതിരി ഒരു കഥ. സിനിമ തുടങ്ങുന്നിടത്ത് തന്നെ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു കൺഫ്യൂഷൻസോട് കൂടി തന്നെ സിനിമ തീരുമ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ കഥയിൽ പറഞ്ഞതെന്നോ എന്തിലാണ് ഈ സിനിമ വഴി ഉദ്ദേശിച്ചതെന്നോ ഒന്നും മനസ്സിലാവത്തില്ല. അമ്മാതിരി ഒരു ബാക്കിയുള്ള സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാർക്കൊന്നും കണക്റ്റ് ആവില്ല. കാരണം അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് സിനിമയുടെ എവിടെ കൂടെയെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ സിനിമ കുറേ കൂടെ റിലേറ്റഡ് ആയേനെ. പിന്നെ ആകെയിൽ പാട്ടുകളുണ്ട്, 1-2 പാട്ടുകളുണ്ട്. അത് നല്ല രസമായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ വിനായകൻ്റെ നമ്മൾ ഈ ട്രെയിലറിലൊക്കെ കാണിക്കുന്ന പോലെ വിനായകൻ്റെ ഒരു ഡാൻസൊക്കെ വരുന്ന ഒരു പാട്ടാണ്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻ അവർ രണ്ടുപേരും നല്ല അഭിനേതാക്കളാണ്, ഒരു ശത്രുക്കളായിട്ടാണ്. പക്ഷേ അതിലും ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഈ ശത്രുത വന്നതെന്നോ എന്തിനാണ് ഈ ഇത് കാണിക്കുന്നതെന്നോ ഒന്നും ആ സിനിമ റിവീൽ ചെയ്യുന്നില്ല. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ. ഇല്ല, കൊടുത്ത പൈസയ്ക്ക് മുതലല്ല ഈ സംവിധായകനും നിർമ്മാതാവും ഒക്കെ ഞാൻ എടുത്ത ടിക്കറ്റിന് പൈസ എനിക്ക് തിരിച്ചു തരണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയും കൊള്ളില്ല, ഒരു ബാക്കി കൊള്ളില്ല സിനിമ. ഞാൻ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം നല്ല രീതിയിലൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വിനായകൻ്റെ ട്രെയിലറിൽ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ക്യുർക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് കണ്ടപ്പോഴത്തേക്കും തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യസ്തമായ ഒരു അനുഭവം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ വന്നത്. സിനിമ തുടങ്ങി നമ്മൾ ട്രെയിലർ കാണിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പം അതിനുശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് പിന്നെ സിനിമ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ സിനിമ തുടങ്ങി ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം കയ്യിൽ നിന്ന് പോയി. പിന്നെ അതിനുശേഷം തിരിച്ച് ട്രാക്കിലേക്ക് വരാൻ കഴിയുന്നില്ല സിനിമയ്ക്ക്. പിന്നെ അത് പാളം തെറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സിനിമ. അനാവശ്യമായ സീനുകൾ ഒത്തിരിയുണ്ട്. എന്തിനാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചില കഥാപാത്രങ്ങൾക്ക് എന്തായാലും ഈ ഒരു സിനിമയിലൊരു അവസരം കൊടുക്കണമെന്ന രീതിയിൽ ഇങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന പോലെയുണ്ട്. കുറേ ലോജിക്കൊന്നും ലോജിക്കിൻ്റെ ഒരു കണിക അടുത്തൂടെ പോലും പോയിട്ടില്ല. നമ്മൾ ഓരോ സീനും കഴിയുമ്പോഴത്തേക്ക് പിന്നെ എടുത്തു പറയേണ്ടതിൻ്റെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ. ഇപ്പം ചെറിയ സിനിമകളായിരുന്നാലും വലിയ സിനിമകളായിരുന്നു നമുക്ക് പെട്ടെന്ന് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കണം. ഒരു സീൻ പോയി, ഓക്കെ അടുത്ത സീൻ വന്നു, ഓക്കെ, അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക്, അല്ലെങ്കിൽ 2 സ്വിച്ച് ഇത് ചെയ്തു പോകുന്ന സീനുകൾ, ഇതെല്ലാം നമ്മൾ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന സിനിമകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളായപ്പോൾ അക്കാര്യത്തിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീനുകൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തിനാണിത് ഒരു എടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം യാതൊരു കണക്ടിവിറ്റി ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സീനുകൾ തമ്മിൽ. ഇങ്ങനെ പോയി. പിന്നെ തുടക്കത്തിൽ ആ ഒരു 20 മിനിറ്റിൽ ഇപ്പോൾ വിനായകൻ്റെ ആയിരുന്നാലും സുരാജ് വെഞ്ഞാറമൂടൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ അവരുടെയൊക്കെ ഒരു പെർഫോമൻസ് നമുക്ക് ആ സ്ക്രീനിൽ കാണാം. പിന്നെ അത് കഴിഞ്ഞ് അവരെല്ലാം പോയി എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ സ്ക്രീനിൽ വരുന്നുണ്ട്, പക്ഷേ യാതൊരു തരത്തിലും നമുക്കൊരു എൻഗേജ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാതെ പോയ ഒരു വിഫല ശ്രമമായിട്ടാണ് ഒരു സിനിമ എനിക്ക് തോന്നുന്നത്. ഈ വർഷം ഞാൻ ഇതുവരെ കണ്ട സിനിമകളിൽ ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്, ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട്. ഈ ഒരു 2 ശ്രേണി മാത്രമേ എനിക്ക് വ്യക്തിപരം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സിനിമയോടെ എനിക്ക് ഈ വർഷം കണ്ട സിനിമകളിൽ വെറുപ്പിച്ച സിനിമയിൽ എന്നുള്ള ശ്രേണിയിൽ ഈ ലിസ്റ്റിൽ എൻ്റെ പേഴ്സണൽ ലിസ്റ്റിൽ കടന്നുകൂടിയ ഒരു സിനിമയാണ് തെക്കോട്. യാതൊരു തരത്തിലും തൃപ്തിപ്പെടുത്തില്ല. ഇനി ആരെങ്കിലും അവർ നമ്മളിപ്പം പൈസ എന്തെങ്കിലും കൊടുത്തിട്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പറയും. അല്ലാതെങ്കിൽ അതായത് ഏതൊരു ഞാനിങ്ങനെ താത്വികമായ അവലോകനം നടത്തണമെന്നൊന്നുമല്ല പറഞ്ഞത്. സിമ്പിളായിട്ട് ആര് ചോദിച്ചാലും പണം കൊള്ളൂലെന്ന് തന്നെ പറയുള്ളൂ. കാരണം ഇതൊരു ഇപ്പം ബഡ്ജറ്റ് ഇഷ്യൂ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് എത്ര ചെറിയ ബഡ്ജറ്റിൽ പോലും നല്ല സിനിമകൾ അവർ കൊണ്ടുവരാൻ നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലായിടത്തും ഇത് തിരക്കഥയാണ് പ്രശ്നം. തിരക്കഥയിലൊന്ന് സ്ട്രോങ് ആക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ, കാരണം ഇതൊരു
നമ്മളിപ്പോൾ യൂട്യൂബിലൊരു സിനിമ കാണില്ല, യൂട്യൂബിലൊരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഓപ്ഷനുണ്ട്. നമുക്ക് സ്പീഡ് കൂട്ടിയിടാം, 1.25 അങ്ങോട്ടിടാം, പിന്നെ കുറച്ചിടാം 0.75. ഇത് എനിക്ക് കണ്ടിട്ട് നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് 0.50 ഇട്ടിട്ട് കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇത് കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ബേസ്ഡ് ആക്കി എടുത്ത് കട്ട് ഷോട്ട് ചെയ്തെടുത്ത് ഈ നല്ലൊരു പ്ലോട്ട് തന്നെയാണ്. നല്ലൊരു പ്ലോട്ടിനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാം. പക്ഷേ അത് തിരക്കഥയിലെല്ലാം കൈവിട്ടു പോയി. അതാണ് സംഭവിച്ചത്. അതായിരുന്നു എൻ്റെ അഭിപ്രായം.